തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമാകുന്നു. കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കും. വാൽവിൽ പൈപ്പ് ഘടിപ്പിച്ചു, പമ്പിംഗ് ഉടൻ ആരംഭിക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, എങ്ങനെയാണ് വിശദാംശങ്ങൾ? കാളിദാസൻ ഇപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിച്ച വിവരം. പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം എത്തും. 3 മണിക്കൂർ കൊണ്ട് എല്ലായിടത്തും കുടിവെള്ളം എത്തുമെന്നും അറിയിപ്പുണ്ടായിട്ടുണ്ട്. മേയറൊക്കെ അറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്തായാലും ഇതൊരു ഔദ്യോഗികമായ ഒരു അറിയിപ്പ് തന്നെയാണ്. ഏതായാലും ഇന്ന് തന്നെ തലസ്ഥാനത്ത് ഇന്ന് രാത്രി തന്നെ വെള്ളം എത്തും. വളരെ വൈകിയാണെങ്കിലും കുടിവെള്ളത്തിന്റെ ആ ഒരു പ്രതിസന്ധി മാറിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ വെള്ളമെത്തും. പമ്പിംഗ് ആരംഭിച്ചത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം കൃത്യമായി ജലവിതരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളെ ഉയർന്ന പ്രദേശങ്ങളിലെല്ലാം 3 മണിക്കൂറിനുള്ളിൽ തന്നെ വെള്ളം കിട്ടും. അതായത് ഏകദേശം രാത്രി 12 മണിയോടുകൂടി തന്നെ ഏകദേശം സ്ഥലങ്ങളിലെല്ലാം വെള്ളം കിട്ടി തുടങ്ങുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും രാവിലെ മുതൽ തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. സാധാരണഗതിയേക്കാൾ 2 ദിവസം കൂടുതൽ എടുത്തു ഈ പണി പൂർത്തിയാക്കാൻ. അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധി എല്ലാം നേരിട്ട ഒരു ഘട്ടമായിരുന്നു. വിമർശനങ്ങൾ വരെ നേരിടേണ്ട സാഹചര്യമുണ്ടായി. ഏതായാലും അറ്റകുറ്റപ്പണിക്കായി നടത്തിയ ഒരു സാഹചര്യം അത് ഇപ്പോൾ മാറ്റിയെടുത്തിരിക്കുകയാണ്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലായിടത്തും വെള്ളമെത്തും. നാളെ പുലർച്ചയ്ക്ക് മുൻപായിട്ട് തന്നെ തലസ്ഥാന നഗരം പഴയ സ്ഥിതിയിലേക്ക് എത്തും. ജലവിതരണത്തിന് തടസ്സം ഇനി ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പ് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. സാധാരണഗതിയിൽ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയും ദിവസം ഒരു നഗരത്തെ മുഴുവൻ വെള്ളം ഇല്ലാതെ, കുടിവെള്ളമില്ലാതെ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ ഒരു സാഹചര്യം ഇപ്പോൾ മറികടന്നിരിക്കുന്നു എന്നാണ് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. കാളിദാസൻ. ശരി വിഷ്ണു, അല്പം വൈകിയെങ്കിലും തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് വിഷ്ണു കരുണാകരൻ നൽകിയത്.